ഞാനൊരു ചൈനയിലെ ഹോസ്പിറ്റൽ ഇൻറ്റീരിയർ ആണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ താബസാറിലെ പീപ്പിൾസ് ഹോസ്പിറ്റലാണ്. അതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ് വരുന്നത്. ഇതോ ആ കാണുന്നത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹോസ്പിറ്റലാണ്. ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിനേലും വലുപ്പമാണ് കേട്ടോ ഇവിടുത്തെ ഈ ഹോസ്പിറ്റൽ കാണാൻ. എന്താ കണ്ടോ, ഇതെല്ലാം ഓരോരോ ബ്ലോക്കാണ്. ഇൻറ്റീരിയറിലാണ് കേട്ടോ. വൃത്തിയായിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. ആർക്കും ചെങ്ങ് തൂക്കും, കാണുമ്പോൾ അറച്ചു കയറും. ഒരു കഷ്ടമാണ് അങ്ങനെ. ബാക്കി എല്ലാം ഓക്കെ, എല്ലാ കാര്യത്തിലും നീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ തുപ്പുന്ന കാര്യം മാത്രം സഹിക്കാൻ ഒക്കൂല. ഞാനങ്ങനെ പീപ്പിൾസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കിയേ, എന്ത് ഭംഗിയായി ഹോസ്പിറ്റൽ കാണാൻ. ഇവിടെ ഫ്ലവർ ഷോപ്പൊക്കെ ഉണ്ട്. ചൈനീസിൻ്റെ ഒരു മെയിൻ ഇതാണ്. നമ്മൾ പേഷ്യൻസിനെയൊക്കെ കാണാൻ പോകുമ്പോൾ അവർക്ക് ഫ്ലവേഴ്സ്, അവരവിടുന്ന് മറ്റേ ഡിസ്ചാർജ് ആയി പോവില്ലേ, ആ ടൈമിൽ ഫ്ലവേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊണ്ടാണ് എപ്പോഴും അവരെ കാണാൻ പോവുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോപ്പ് നമുക്കിവിടെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. ഇത് നോക്കി, പസഫിക് കോഫി വരെ ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. സൂപ്പർ. ഒരു എയർപോർട്ടിൽ പോയ പോലുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ. ഇത് വേണ്ട, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേഷനറി അല്ലല്ലോ, സ്നാക്ക് ഐറ്റംസിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഓ, ഇതാ ഈ കാണുന്നതൊക്കെ ഹണിയാണ് കേട്ടോ. ഹണി സൂപ്പറായിട്ടുണ്ട്. ഇന്ത്യന്ന് മാത്രം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ പസഫിക് കോഫി. അവിടെ നിന്നല്ലേ ഇതിൻ്റെ ഡോക്ടർ ഇടയ്ക്ക് ഫുഡ് കാപ്പിയൊക്കെ വാങ്ങി തരുന്നത്? ഇതെന്തിനാ ബുക്ക് കട? ഇത് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഒരു ഷോപ്പ്. അതെന്തിനാണോ ഇവിടെ? ചിലപ്പോൾ പിള്ളേർക്കുള്ളതായിരിക്കും, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇവിടെ ഒരു ബുക്ക് ഷോപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? പിന്നെ ബുക്സ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കി നോട്ട്സ്, കാര്യങ്ങൾ, ടോയ്സ്, കീ ചെയിൻ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഷോപ്പിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഈവൻ ഇയർഫോൺ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സംഭവമൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിം ടാഗ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇതിലാണ് ഹാങ് ചെയ്തിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ സംഭവം. ഇത് നമ്മൾ ID കാർഡ്, അറിയാലോ, ID കാർഡ് തൂക്കാനുള്ള സംഭവമൊക്കെയാണ്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു സ്റ്റൂൾ ഉണ്ടാവും എപ്പോഴും. ഏത് പേജ് നമ്മളിപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് വരികയാണെങ്കിലും എപ്പോഴും ചൈനീസിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൂൾ ഉണ്ടാവും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര സൗകര്യമാണ്. കാരണം ഇതിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് കാലുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റും. അത് നല്ലതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ എടി ഒന്ന് പിടിച്ചേടി, ഓണാണേ. ഇതാ നമുക്കിത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇത് നമ്മൾ ഭയങ്കര വീട്ടിലവരെങ്ങനെ ഇരിക്കുമെന്തോ, പക്ഷെ നല്ലതാ, നമുക്ക് കംഫർട്ടായിട്ട്. ഞാനിപ്പോൾ ഇരുന്ന് കാണിക്കുന്നില്ല എന്തായാലും. ഒരെണ്ണത്തിന് എന്തോ 18 RMB എന്തോ ആണ്, പക്ഷെ സംഭവം കൊള്ളാം. ഇതാണ് ഔട്ട് പേഷ്യൻ്റ് ബിൽഡിംഗ് കേട്ടോ. ഇവിടെ പിന്നെ നല്ല തിരക്കാണ്. ഇവിടെ ഹാർട്ട്, കിഡ്നി, ലങ് അതിൻ്റെ എല്ലാം ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോസ്പിറ്റലിൽ അതേപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 1934 കേട്ടോ. നമ്മുടെ ഫ്ലോർ 17th ഫ്ലോറാണ്, GI ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിങ്ങനെ കാർഡ് വിളിച്ചിട്ട് വേണം പുള്ളി കയറാൻ. ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനത്തെ ഒരു കർട്ടൻ പോലെ ഇട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്
ഹോസ്പിറ്റലിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പേഷ്യൻസ് ഡിസ്ചാർജ് ആയി പോകുന്ന ടൈമിൽ ഡോക്ടേഴ്സിന് ഒരു റിവാർഡായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഡോക്ടറിൻ്റെ പേര്, പിന്നെ താങ്ക്ഫുൾ ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതായത് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ പേരുമാണ് എഴുതിയിരിക്കുന്നത്. ഒരു സന്തോഷമല്ലേ, അസുഖം മാറിപ്പോകുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിന് ഒരു ഒരു റിവാർഡ് പോലെ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും കൊടുക്കുന്ന, അതിൻ്റെ അവിടെ നമ്മൾ ഗിഫ്റ്റായിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഈ സംഭവം പേഷ്യൻസ് നമുക്ക് തരുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ചൈനയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റൽസാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ക്യാൻറ്റീൻ സെക്ഷനിലോട്ടാണ്. വളരെ വലിയൊരു ക്യാൻറ്റീൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. പല ഫ്ലോറിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലോർ മാത്രമേ പോകുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഫുഡ് ടൈമിലല്ല നമ്മൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് പല കൗണ്ടേഴ്സും ക്ലോസ്ഡ് ആണ്. എന്നാലും കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്, നോൺ വെജും വെജും ഒക്കെ ആയിട്ട്. പക്ഷെ പലരും പറയാറുണ്ട് ചൈനയിലെ വെജിറ്റേറിയൻസിന് മറ്റേ ഫുഡ് ഐറ്റംസ് വളരെ കുറവാണ് കഴിക്കാനുള്ളതെന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ. വെജിറ്റേറിയൻസിനും ഒന്ന് നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ അവർക്കും വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ കോളേജ് ക്യാൻറ്റീൻ പോലെ തന്നെയുണ്ട്. ഇത് കണ്ടോ, ഇത് കാടമുട്ടയാണ് കേട്ടോ, കാടമുട്ട. ഈ ഒരു ഫീറ്റ് ഉണ്ടല്ലോ, ഞാൻ കുറേ കഴിക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ഫീറ്റ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ പാകത്തിനൊന്നുമില്ല. ഫുള്ള് എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല. ഇവരെന്തിനാണ് അവർ ഇങ്ങനെ കഴിക്കുന്നത്? പക്ഷെ ചൈനീസ് എന്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഇല്ല കാര്യം. ഓ, ഈ ഒരു സെക്ഷൻ ഫുള്ള് ഇത് ക്ലോസ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ക്യാൻറ്റീൻ ടൈമിലല്ലല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഫുള്ള് ക്ലോസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഫുഡ് ഉണ്ടായേനെ കേട്ടോ. ഇവിടെ എനിക്ക് എടുത്തു പറയണം എന്ന് തോന്നുന്നൊരു കാര്യം ഇവിടുത്തെ ഒരു നീറ്റ്നെസ് ആണ്. ഇൻസൈഡ് ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.